ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ 8th ചാപ്റ്റർ ക്വാഡ്രിലേറ്ററൽസ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 8.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ABCD ഈസ് എ റോംബസ് ആൻഡ് PQR ആൻഡ് S ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് AB, BC, CD ആൻഡ് DA റെസ്പെക്റ്റീവ്ലി. ഷോ ദാറ്റ് ദ ക്വാഡ്രിലേറ്ററൽ PQRS ഈസ് എ റെക്റ്റാങ്കിൾ. ചെയ്ത് നോക്കാം. ഫിഗർ തന്നിട്ടില്ല, നമുക്ക് ഫിഗർ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി ഫിഗറിൽ ഇൻ ട്രയാങ്കിൾ ABC എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ ശ്രദ്ധിക്കണം. ABC ഇൻ ട്രയാങ്കിൾ ABC P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. അത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഗിവൺ. Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC, അതും ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് തിയറത്തിൽ നിന്നും ബൈ മിഡ് പോയിന്റ് തിയറം വി ഹാവ് മിഡ് പോയിന്റ് തിയറത്തിൽ ABയുടെ മിഡ് പോയിന്റ് Pയും BCയുടെ മിഡ് പോയിന്റ് Qയും ആകുമ്പോൾ ABC എന്നുള്ള ട്രയാങ്കിൾ പരിഗണിച്ചാൽ ഈ PQവും ഈ ACയും പാരലായിരിക്കും. അതുപോലെ തന്നെ ACയുടെ പകുതിയായിരിക്കും PQ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മിഡ് പോയിന്റ് തിയറത്തിൽ നിന്നും എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ PQ പാരലൽ AC ആൻഡ് PQ ഈക്വൽ ടു ഹാഫ് AC. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ സിമിലർലി ഇൻ ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിൾ DAC ഫിഗറിൽ നോക്കുക. DAC ഈ ട്രയാങ്കിൾ ആദ്യം നമ്മൾ ABC എടുത്തു. ഇനി തൊട്ടടുത്ത ട്രയാങ്കിൾ DAC, ഇതിൻ്റെ അപ്പുറത്തുള്ള ട്രയാങ്കിൾ. അവിടെയും ഇതേപോലെ തന്നെ SR പാരലൽ, ഈ സൈഡ് SR അത് ACക്ക് പാരലായിരിക്കും. പാരലൽ AC അതുപോലെ ആൻഡ് SR ഈക്വൽ ടു ഹാഫ് AC എന്ന് നമുക്ക് കിട്ടും. ഇക്വേഷൻ നമ്പർ 2 എന്നും വരുള്ളൂ. ഇനി ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 ഈ രണ്ട് ഇക്വേഷനകത്തൊന്നും നമുക്ക് PQ പാരലൽ SR എന്ന് കിട്ടും. കാരണം ACക്ക് പാരലാണ് PQ, അതുപോലെ ACക്ക് പാരലാണ് SR. ആൻഡ് അതുപോലെ ACയുടെ പകുതിയാണ് PQ, ACയുടെ പകുതിയാണ് SR. അപ്പോൾ SRും PQവും ഈക്വൽ ആയിരിക്കും. PQ ഈക്വൽ ടു SR. PQ പാരലൽ SR എന്നും PQ ഈക്വൽ ടു SR എന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ക്വാഡ്രിലേറ്ററൽ PQRS ഈ PQRS എന്നുള്ള ക്വാഡ്രിലേറ്ററൽ പരിഗണിച്ചാൽ അവിടെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് PQ ആൻഡ് SR is equal and parallel. Therefore, PQRS is a parallelogram. PQRS ഒരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷെ നമുക്ക് PQRS റെക്റ്റാങ്കിൾ ആണെന്നാണ് പ്രൂവ് ചെയ്തത്. അപ്പോൾ പാരലോഗ്രാം ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പാരലോഗ്രാമിനെ നമുക്ക് റെക്റ്റാങ്കിൾ ആണെന്ന് കൂടി പ്രൂവ് ചെയ്യണം. ഇനി ഇവിടെ ABQS പരിഗണിച്ചാൽ ഇവിടെ ABCD ഒരു റോംബസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എസും ക്യൂവും ADയുടെയും BCയുടെയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ QS ഈസ് എ പാരലോഗ്രാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ABQSും ഒരു പാരലോഗ്രാം ആയിരിക്കും. അതായത് അതിൽ നിന്ന് നമുക്ക് AB ഈക്വൽ ടു SQ എന്ന് എടുക്കാം. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ എടുത്താൽ നമുക്ക് PBCR ഇങ്ങനെ ഒരു വര വരച്ചാൽ PBCR ഈസ് എ പാരലോഗ്രാം. അപ്പോൾ അവിടെ ദാറ്റ് ഇംപ്ലൈസ് BC ഈക്വൽ ടു PR ആണ്. Therefore SQ ഈക്വൽ ടു PR നമുക്ക് എഴുതാം. അതിന്റെ റീസൺ AB ഈക്വൽ ടു SQ ആണ്. AB ഈക്വൽ ടു SQ ആണ്. അതുപോലെ തന്നെ AB ഈക്വൽ ടു BCയുമാണ്. ആ കാരണം കൂടെ നമുക്ക് എഴുതിയേക്കാം. ABC ഈക്വൽ ടു BCയുമാണ്. കാരണം ABCD ഈസ് എ റോംബസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AB ഈക്വൽ ടു SQ ആണ്, AB ഈക്വൽ ടു BC ആണ്. അതുകൊണ്ട് തന്നെ SQ ഈക്വൽ ടു PR ആണ്. BC ഈക്വൽ ടു PR ആണ്. അപ്പോൾ SQ ഈക്വൽ ടു PR. SQ ഈക്വൽ ടു PR എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിഗറിൽ നോക്കുക. SQവും PRും ഈ PQRS എന്ന നമ്മൾ ആദ്യം പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്ത ആ പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ആണ്. അപ്പോൾ ഇഫ് diagonals of a parallelogram are equal, then it is a rectangle. ഇവിടെ PQRS എന്ന പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ആണ് PRും SQവും. അപ്പോൾ SQവും PRും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ ആ പാരലോഗ്രാം റെക്റ്റാങ്കിൾ ആയിരിക്കും. അതുകൊണ്ട് സോ S and PR are diagonals of SQ and PR are diagonals of parallelogram PQRS and they are equal. That implies PQRS is a rectangle. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.